go. ലക്ഷ്യപ്രിയ പോകുമ്പോൾ തന്നെ 50 വിളിച്ചോണ്ടല്ലോ. എനിക്ക് ചെറിയ അസിഡിറ്റിയുടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. പക്ഷെ എനിക്ക് പേടിയില്ല. ഒരു ടിന്ന് ജലൂസിൽ ഇവിടെ നിൽക്കില്ല. ഈ പാട്ടുമായിട്ട് ചാനലിൽ ഒരു ബന്ധമല്ല. നിങ്ങൾ ഇങ്ങനെ പറയില്ല, പാടട്ടെ. ആ തുമ്പി ഇനി ഓണത്തിനെങ്കിലും കേരളത്തിൽ വരുമോ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. തുമ്പി വന്നില്ലെങ്കിൽ ഞാൻ കരയോ? ഇനി പ്രൊഫസർ പുറങ്കാട്. വായിന്ന് വേറെ എന്തെങ്കിലും വരും? ഇല്ല, എന്തെല്ലാം വരും. ചില സമയത്ത് എന്റെ വായിന്ന് പറഞ്ഞേക്കണം, നീ 7 വെള്ളത്തിൽ കുടിച്ചാൽ പോലും. നമ്മൾ സമയം പാലിച്ചു എന്ന് പറഞ്ഞു. ഇനി പല കാര്യങ്ങൾക്കുള്ള വാക്കും പാലിക്കാനുണ്ട്. അപ്പൊ വാക്ക് പാലിക്കാനായിട്ട് ഞാൻ മാത്രം പോരല്ലോ, നമ്മുടെ 2 ടീംസും വേണ്ടേ? സോ ആദ്യം നമുക്ക് വെൽക്കം ചെയ്യാം നെൽസൺ ചൂരനാട് ആൻഡ് ടീം. ശരിയായിരുന്നു. അല്ലറ ചില്ലറ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ളൊരു വേദിയിൽ വരുമ്പോ നമ്മളതൊന്ന് കീറി മുറിച്ച് പറയുന്നത് മാറ്റി നോട്ടാക്കൂ. അല്ല, അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, കാരണം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ വേണമെങ്കിൽ കളിച്ച് ഞങ്ങൾ അവിടെ വെച്ച് പഠിപ്പിച്ചു കുറച്ച്. അപ്പൊ പഠിപ്പിച്ചതിന് കൂട്ടത്തില് ഒരു സ്റ്റെപ്പ് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് അത് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ പറഞ്ഞു അത് മാഷ് മാത്രം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഈ സ്റ്റെപ്പ് ചെയ്ത് ഈ സ്റ്റെപ്പ് അത് നമുക്ക് പറ്റുന്നില്ലായിരുന്നു. ഏതായാലും ഇവരുടെ സ്റ്റെപ്സ് നമ്മൾ കണ്ടു. ഒരു ഗ്രാൻഡ് എൻട്രി നമ്മൾ കണ്ടു. ഏതായാലും ഓപ്പോസിറ്റ് ടീം ഇനി ഏതൊക്കെ വിചിത്രമായിട്ടുള്ള സ്റ്റെപ്സും കൊണ്ടാണ് കൊട്ടയിലാക്കി വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തതായി നമുക്ക് വെൽക്കം ചെയ്യാം സ്റ്റാർ മാജിക്കിലേക്ക് നോബി മാർക്കോസ് ആൻറ്റി. നോക്കുമ്പോ കുറച്ച് കൊഞ്ചം പഞ്ച് ഇങ്ങതല്ലേ? അല്ല, പാട്ടിന് പഞ്ചുള്ളൂ, കളിക്ക് പഞ്ച് ഇവിടെയാ. ഡാൻസിന് പഞ്ചുണ്ടോ ഇല്ലാതെ എന്റെ ശ്വാസം പൊട്ടിന് കാണും പറയും. നല്ല പഞ്ചാണ്. നോക്ക്, അനുല്ലേ ഇപ്പൊ സിനിമാറ്റിക് ഡാൻസിന്റെ ക്ലാസ് വരെ എടുക്കുന്നുണ്ട്. സിനിമാറ്റിക് ഡാൻസ് അല്ല, സിനിമാസ്റ്റിക്സ് ഡാൻസ്. റിനിയെ സംബന്ധിച്ച് ശരിക്കും പറയാനുള്ളത് ഭയങ്കര മാറ്റായിട്ടോ റിനിക്ക്. ആദ്യം വന്ന റിനി അധികം സംസാരിക്കില്ലായിരുന്നു, കറുത്തമുത്തായിട്ട് മാത്രം നിൽക്കായിരുന്നു. ഇപ്പൊ പക്ഷെ കറുത്തമുത്തിന്നൊക്കെ മാറി ഇപ്പൊ ശരിക്കും നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആയി അസലായിട്ട് ഗെയിംസും കളിച്ചു തുടങ്ങി. പണ്ട് ഭയങ്കര ടെൻഷൻ. വെൽക്കം ഓൾ ഓഫ് യു. ഏതായാലും നോബിച്ചേട്ടന്റെ ടീം എത്തിയിരിക്കുകയാണ്. അല്ല, എനിക്ക് ശരി, എന്താ ഞാൻ പറഞ്ഞുതരാം.
എനിക്ക് ചെറിയ അസിഡിറ്റിയുടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, പക്ഷെ എനിക്ക് പേടിയില്ല. ഒരു ടിന്ന് ജലൂസിൽ ഇവിടെ നിൽക്കില്ല. അതെ, എനിക്കൊരു ഇമ്പോർട്ടന്റ് മാറ്റർ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാണ്ടായിരുന്നു. കളിച്ചിരി തമാശയൊക്കെ വേറെ. ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 എപ്പിസോഡുകൾക്ക് മുമ്പ് ഞാൻ ഇന്നത്തെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ സ്റ്റാർ മാജിക്കാർ അല്ലെങ്കിൽ ടമാർ പടാർ ടീം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സമയം പാലിക്കും, വാക്ക് പാലിക്കും, ചാലഞ്ചുകൾ പാലിക്കും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറില്ലേ. കുറച്ച് എപ്പിസോഡ്സ് ഒന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പിഞ്ചോമന, ഒരു പിഞ്ച് മനസ്സുള്ള ഒരു നിഷ്കളങ്കമായ കുട്ടി നമുക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലോറിൽ ഞാൻ ഗെയിം കളിച്ചു, ഈ ഫ്ലോറിൽ ഞാൻ ഡാൻസ് പഠിച്ചു എന്ന് കളിച്ചു, അടുത്തത് ഈ പാട്ടിൽ എന്റെ വക ഒരു സംഗീതം പാട്ട് അങ്ങനെ അങ്ങനെ പറയാം. ഏതായിരുന്നു ആ കുട്ടി? നമ്മുടെ അനു. ആണോ അനു? എന്തായി ആ പാട്ടിന്റെ സ്റ്റാറ്റസ്? എത്ര വരെ പഠിച്ചു കഴിഞ്ഞു? 4 വരി പഠിച്ചു. ഓക്കെ, 4 വരെ പഠിച്ചെങ്കിൽ 8 വരെ പഠിക്കോട്ടെ അല്ലേ? ആക്ച്വലി രാവിലെ നോക്കുമ്പോഴത്തേക്കും ഫുള്ളിട്ട് പഠിക്കുമായിരുന്നു. അനുവിന്റെ വീടിന്റെ അടുത്ത് ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് അനു പാട്ട് പഠിച്ചത്. മേളിലൊരു കിളിക്കൂടുണ്ടായിരുന്നു. ആ കിളി ആ കൂടും കീറി കളഞ്ഞിട്ട് അവിടെ നിന്ന് സ്ഥലം പെട്ടു എന്നാ കേട്ടത്. അതെ, അല്ല വേറൊരു കേസ് ഞാൻ അതിശയിച്ച ഒരു കാര്യമുണ്ട്. സത്യം, സ്റ്റാർ മാജിക്കിന്റെ മുമ്പോട്ടുള്ള എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അടിമാലിയൊക്കെ സത്യം പറഞ്ഞാൽ വെറുതെ വന്ന് സ്കിറ്റ് കളിച്ചോണ്ട് അടിമാലി ഇവിടെ കിടന്ന് കുത്തി മറിഞ്ഞ് എല്ലാ സത്യം ഞാൻ ഞെട്ടിപ്പോയി അടിമാലി കണ്ടിട്ട്. അതിന്റെ എല്ലാവരുടെ ഉള്ളിലും ഭയങ്കര ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് വന്നു കഴിഞ്ഞു. മറ്റേതെന്ന് പറഞ്ഞാൽ പേടിയാണ് ചില ഗെയിംസ് കളിക്കാൻ. ഈവൻ നമ്മുടെ ടീം, അതായത് ബിഹൈൻഡ് ദ സ്ക്രീനിലുള്ള ടീം പ്രിക്കോഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ മെഷേഴ്സ് എടുക്കാൻ പറഞ്ഞവരെ ഇപ്പോഴത്തെ ഒരു ഇതില് ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ കളിച്ചോളാം, നിർബന്ധിക്കണ്ട, ഇങ്ങനത്തെ അടിമാലി ആ കമ്പിയുടെ മേളിൽ കൂടെ നടന്നപ്പോ എന്റെ നെഞ്ചടിച്ചു. കാര്യം പുള്ളിക്ക് ലിഗമെന്റ് പ്രോബ്ലം. നമ്മളൊരു യൂണിയൻ വർക്ക് ചെയ്ത ഞങ്ങളെല്ലാം ഒരു യൂണിയൻ. അപ്പൊ ആ ലിഗമെന്റ് അങ്ങനെ പ്രോബ്ലം ഉള്ള ഒരാള് ഇങ്ങനെ ഈ ലിഗമെന്റ് വെച്ചുകൊണ്ട് അങ്ങനെ പോകുമ്പോ സത്യം. പക്ഷെ അടിമാലിയൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. ഇത് കേട്ടോ പറഞ്ഞത്? അതൊക്കെ നമ്മുടെ ഇതൊക്കെ പുള്ളി ഒരു പ്രശ്നമില്ലാത്താണെന്നാണ് പുള്ളി പറഞ്ഞത്. അല്ല, ഇത് കേട്ടോ, ഇനി അടുത്തത് കൊടുക്കുന്നില്ലേ? അതായത് അവൻ വിചാരിച്ച് വേറെന്തോ വലിയ കാര്യമൊന്നുണ്ടാ, ലിഗമെന്റ് പ്രോബ്ലം. ഇത് ഉണ്ടായിരുന്നു ഇവിടെ. എനിക്ക് അങ്ങനെ ഒരു അംഗം അതാണ്. പക്ഷെ എന്റെ അണ്ണൻ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ പക്കയായിട്ട് ഫസ്റ്റ് തന്നെ കയറി ഒളിച്ചിട്ട് പിന്നെ അവിടെ കയറി തളർന്നു ഡെഡ് ബോഡിയാ. ഒരു ഗെയിം കളിച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് വായിന്ന് പദം വന്നു. ഞാനോർത്ത് നമുക്ക് ആർക്കും തരാതെ ഐസ്ക്രീം തിന്നായിരിക്കും. അപ്പഴേ നമ്മളിങ്ങനെയൊക്കെ കളിച്ചു ചിരിക്കണ്ട്. ഒരാളുടെ ഉള്ളിൽ ചെറിയൊരു തീയാണോ ആളിക്കത്തിലാണോ എന്താ വലിയ ചിരിയൊന്നുമില്ല. മറ്റേത് ഉറക്ക ചിരിക്കണ്ടാവും. ആരാണ്? തീ വരും അനുഭവസ്ഥര് പറയുമല്ലോ. ആരാണ് ഗുരു? അനു, അന്ന് ഇവിടുന്ന് ചാലഞ്ച് എടുത്ത് പോയതിന് ശേഷമുള്ള കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സത്യസന്ധമായിട്ട്? അല്ല, ഞാൻ പോയിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാരും മറന്നുപോയി കാണും. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ ആന്റണി ചേട്ടൻ പറഞ്ഞു അനു പാട്ടുണ്ട് കേട്ടോ എന്ന്. ഞാൻ എട്ടിപ്പോയി. പിന്നെ ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടാണ് പാടണ്ട. അതിപ്പോ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നുള്ള വ്യാജേന ഒരു പേപ്പറും പെന്നും പിടിച്ചിട്ട് ഞാൻ ഒന്ന് പഠിക്കേപ്പിച്ചോട്ടെ, ഞാനൊന്ന് പഠിക്കേപ്പിച്ചോട്ടെ, സത്യം ഞാനൊന്ന് പഠിക്കേപ്പിച്ചോട്ടെ, ഇതായിരുന്നു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ പറഞ്ഞ എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു. നെൽസൺ ചേട്ടൻ, നോബി ചേട്ടൻ, ബിനു ചേട്ടൻ, എല്ലാവരും ഏറ്റവും കൂടുതൽ എഫേർട്ട് ലക്ഷ്മി ചേച്ചി, റിനി, ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് നെൽസൺ ചേട്ടനാണ്. നെൽസൺ ചേട്ടന്റെ ശബ്ദം പോലും മാറിപ്പോയി. ഓക്കെ, അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ എല്ലാവർക്കും നമ്മുടെ അനുക്കുട്ടിയുടെ പാട്ട് കേൾക്കാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും. കാരണം ഇവിടെ കുറച്ച് നെൽസൺ ചേട്ടൻ പഠിപ്പിച്ചു കൊടുത്തോണ്ട് നെൽസൺ ചേട്ടൻ കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കുട്ടിയുടെ ഗാനം കേൾക്കുമ്പോൾ KS ചിത്ര പാടിയ ആ ഒരു ലെവലിൽ നിങ്ങൾ ചെയ്ത് നോക്കരുത്. നമ്മുടെ അനുക്കുട്ടിയാണ് പാടുന്നത്, അവളെ കൊണ്ടാവുന്ന പോലെ പാടും. ഇതൊരു പാട്ട് പാടാത്തൊരു കുട്ടിയാണ്. അപ്പൊ ആ രീതിയിൽ വേണം. അത് ഞാൻ പഠിപ്പിച്ചെന്ന് പറയുമ്പോഴേ ഇതാണോ ഇവൻ പഠിപ്പിച്ചത് എന്ന് തോന്നരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നത്. പ്ലീസ്. ആക്ച്വലി അനു ഡാൻസ് പഠിച്ചിട്ടില്ല, പക്ഷേ സ്റ്റാർ മാജിക്കിലും അതുപോലെ ടമാർ പടാറിലൊക്കെ വന്നതിന് ശേഷം കളിക്കണം ഒരുപാട് ആഗ്രഹമായിട്ട് ഇപ്പൊ മാസ്റ്ററുടെ അടുത്ത് പോയി പഠിച്ചു തുടങ്ങി. ഞാൻ അന്ന് കളിച്ച ഡാൻസ് മാസ്റ്ററിന്റെ അടുത്ത് പോയതല്ല. മാസ്റ്ററിന്റെ 2 ദിവസം പോയി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതുപോലെ തന്നെ പാട്ട് പാടണം എന്നൊരു ആഗ്രഹം തുടങ്ങി. ഇനി ഇപ്പൊ പഠിച്ചു തുടങ്ങും. ശരി, അതിന് മുമ്പായിട്ട് ഈ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ഓർക്കസ്ട്ര ഇടാൻ വരട്ടെ. ഇവിടെ ഇന്നലെ ഡാൻസ് കളിച്ചു, ഇന്ന് പാട്ടൊന്ന് പാടി, നാളെ ഞാൻ ആങ്കർ ചെയ്തോളെന്ന് പറഞ്ഞാൽ നിന്നെ മാറ്റും. നീ അതൊക്കെ നമ്മളെ ജോലി കളയരുത്. ഇനി ചിത്ര ചേച്ചി ജോലിക്ക് പറയുന്നതാണ്. കേൾക്കാം നമുക്ക് അനുവിന്റെ
പാട്ട് ഇട്ടിട്ട് എന്താണ് നമ്മുടെ സ്റ്റാറ്റസ് ഉള്ളത്? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നമ്മുടെ അനുക്കുട്ടി ആ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ട് പാടാൻ പോവാ. ഏത് വേറെ പാട്ടാ? എല്ലാവർക്കും ഒരേ ഗുരുക്കളെ ഉള്ള അനുവിന് 40 ഗുരുക്കളാണ് ഇവിടെ. ഏത് പാട്ടാ? നിറച്ചും ഗുരുക്കളാണ്. ഓക്കെ ഫൈൻ. ഏത് പാട്ടാ പാടാം? തുമ്പി വാ തുമ്പ തുമ്പി വാ തുമ്പക്കുടത്തിൽ. പിന്നെ ചേട്ടാ വേറൊരു കേസുണ്ട്, അടിയിൽ ഇത് പോണം സ്ക്രോള്. ഈ പാട്ടുമായിട്ട് ചാനലിൽ ഒരു ബന്ധമില്ല. ഞങ്ങൾ അറിഞ്ഞിട്ടല്ല പാവം, അവളൊരു ഇഷ്ടം അതൊക്കെ പോട്ട്. നിങ്ങൾ ഇങ്ങനെ പറയില്ല. അനു പാടട്ടെ. അല്ല, നമുക്ക് റെക്കോർഡ് ചെയ്ത് ഉപയോഗമാണ്, ഹർത്താലിനിടാം. അനു പാടട്ടെ. മുമ്പ് ജഡ്ജി അല്ലേ? അല്ലേ? അതിനെന്താ പറയാനുള്ളേ? എന്തെങ്കിലും തെറ്റൊക്കെ വരും, എന്തെങ്കിലും എല്ലാം മുഴുവൻ തെറ്റ് വരും, എന്നാലും ക്ഷമിക്കണം. ക്ഷമിക്കാം, ഞാൻ പാടാൻ പോവാ. ഓക്കെ, വെരി ഗുഡ്. അയ്യോ വേണ്ട മോളെ, വേണ്ട മോളെ, വേണ്ട മോളെ. നിങ്ങളെ തൊഴിലടി. ഇനി ആരെങ്കിലും പാട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? നോബിച്ചേട്ടൻ. നോബിച്ചേട്ടൻ പഠിപ്പിച്ചു. ഞാൻ പഠിപ്പിച്ച എന്ന് ഈശ്വര എന്ന് ഇനി ലക്ഷ്മിയുടെ റിനി ഞാൻ പഠിപ്പിച്ചില്ല. ആ ഓക്കെ പാടാം പാടാം. ആ വേണ്ട. അയ്യോ എന്നെ തൊടണ്ട, അവള് ഞാൻ പഠിപ്പിച്ചില്ലല്ലോ. എന്നോടെ വന്ന് ചോദിച്ചത് ഏത് സിനിമയിലെ പാട്ടെന്ന്, ആ സിനിമയുടെ പേരെ ഞാൻ പറഞ്ഞു കൊടുത്തോളെ. എന്താ ആരും ഒരു കുറ്റപ്പെടും എല്ലാവരും അതെന്തിന് പാട്ട് കേട്ടതില്ല. ലാ 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 ലാ. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആകാശ പൊന്നാല ഇലകളെ ആയത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാല ഇലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ വാടാമോ. മാനത്തെ മാമന്റെ തലയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആകാശ പൊന്നാല ഇലകളിൽ ആഴത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാല ഇലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. നമുക്ക് ആദ്യം ഈ അറ്റത്തുനിന്ന് തുടങ്ങാം. തിരിച്ചേട്ടാ നന്നായിട്ട് പാടി. ആദ്യത്തിന്റെ ചരണത്തില് അല്പം ഒന്ന് സ്ലിപ്പായെങ്കിലും സൈക്കിള് പാളി ടാർട്ടർ റോട്ടിൽ കയറി പോണായി പോയി. അതുകൊണ്ട് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഇത്ര കുഞ്ഞു ആവേലേ, ഇതിന്റെ വായിന്ന് ഇതൊക്കെ വരുള്ളൂ, ഇതൊക്കെ കിട്ടുള്ളൂ. ഒരു നല്ല ഗായികയായിട്ട് വരും. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഒരാൾക്ക്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. പാടി 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 എനിക്ക് ഒച്ചയടച്ച സത്യം. രാവിലെ പോലെ പഠിപ്പിച്ച് എന്നെ സത്യം. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് എൻ്റെ കുട്ടി പാടി. സന്തോഷം. അനുവിനെ സംബന്ധിച്ചിടത്തോളം അനു ഒരു ട്രെയിൻഡ് സിംഗർ അല്ല. അനു വന്ന് ഡാൻസ് ചെയ്തു. ഇപ്പൊ സിംഗിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോ ഇപ്പൊ പിച്ചിന് അനുവിന് ശ്രുതി എന്താന്ന് അറിയില്ല, താളം എന്താന്ന് അറിയില്ല. പക്ഷെ അനുവിന്റെ ലിമിറ്റേഷൻ വെച്ചിട്ട് അനു നന്നായിട്ട് പാടി. ഇനൊരു ട്രെയിനിങ്ങും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ശ്രുതിയിലൊക്കെ അനുവിന് പാടാൻ പറ്റും. അത് 100% ഗ്യാരണ്ടിയാ. അനുവിന്റെ ആ ഒരു അറ്റംപ്റ്റിനൊരു വലിയ കൈ കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അനു പാടി. നോബിച്ചേട്ടാ, എനിക്കൊരിക്കലും അനുവിനെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം
എനിക്ക് ഇപ്പൊ സങ്കടമേ ഉള്ളൂ. ഗംഭീരമായിട്ട് പാടി. ഇനി എനിക്ക് വിഷമക്കാരി. ഇനി സ്റ്റാർ മാജിക്കിൽ അനുവിനെ കിട്ടുമോ? പ്ലേ ബാക്ക് സിംഗറായിട്ട് റെക്കോർഡിങ്. ചേട്ടാ നാളെ ഷൂട്ടാണെങ്കിൽ എനിക്ക് റെക്കോർഡിങ് കൊണ്ടുപോട്ടെ. ഞാൻ ചെന്നൈയിലാണ്. ഞാൻ റഹ്മാൻ്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ കൈവിട്ട് പോകുന്നൊരു പേടിയില്ല. പക്ഷേ ഗംഭീരമായിട്ട് പാടി. ഇനി എനിക്കൊരൊറ്റ ഡൗട്ടേ ഉള്ളൂ, ആ തുമ്പി ഇനി ഓണത്തിനെങ്കിലും കേരളത്തിൽ വരും. തുമ്പി വാന്ന് പറഞ്ഞപ്പോ പിച്ചൗട്ടായിട്ട് തുമ്പി തിരിച്ചൊക്കെ പോയി. അങ്ങനെയൊന്നും പറയരുത്. അല്ല ഞാൻ പറഞ്ഞുതരാം. തുമ്പീവ അത് പാടി ആകാശപ്പല്ല കീബോർഡിസ്റ്റ് മാറിയിരിക്കണം നോക്കിയോട്ട്. പിന്നെ വീണ്ടും തുമ്പി വന്നാൽ കറക്റ്റായി. പിന്നെ പുള്ളി നോക്കി കുറെ കട്ട നോക്കുമ്പോ അതിലൊന്നും ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിരുന്നു മോളെ. എനിക്ക് ഓണത്തിന് എനിക്ക് തുമ്പിയുടെ വാലിൽ കല്ലെടുത്ത് കെട്ടണം. തുമ്പി വന്നില്ലെങ്കിൽ ഞാൻ കരയും. ഓക്കെ, അപ്പൊ ഇതിലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലും അനുവിന്റെ പാട്ടോട് കൂടിയിട്ടാണ് ഐശ്വര്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലും ഈ ഒരു പാട്ടിന്റെ ഇത് വെച്ചിട്ട് നിങ്ങളുടെ ടീമായിരിക്കും ജയിക്കുക. തീർച്ചയായും നോക്കാം അല്ലേ? അപ്പൊ ഇതിലും ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. ആൻഡ് ഇത് സ്റ്റാർ മാജിക് ഇനി കളിമാറാണ് മോനെ. അപ്പഴേ ഇനി നമ്മള് സ്റ്റാർ മാജിക്കില് പോവാൻ പോണ ഗെയിം എന്ന് പറഞ്ഞ ഒരു യമണ്ടൻ ഗെയിമാണ്. ഈ ഗെയിമിന്റെ പേര് ഇറ്റ്സ് വിബ്ജിയോർ. ഓക്കെ, അപ്പൊ ഈ വിബ്ജിയോർ എന്ന് പറഞ്ഞ ഗെയിം എങ്ങനെയാ കളിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ടീം വരുന്നു. ഒരു ടീമിന് നമ്മളൊരു ഹ്യൂജ് ഇവിടെ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് കുറച്ച് സ്ലിപ്പറിയാണ്, നന്നായിട്ട് സ്ലിപ്പറിയാണ്. ഇവരുടെ കയ്യിൽ അതായത് ഒരു പെയിന്റ് ബ്രഷും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ദേ ഹാവ് ടു ഡു ഇസ്, ഇവിടെ കുറെ കളേഴ്സും ഉണ്ട്. ഓരോരുത്തര് ഓരോ കളറിൽ ഡിപ്പ് ചെയ്തിട്ട് അവിടെ ഒരു ഡയഗ്രംസ് ഉണ്ട് മുകളിൽ, അതിൽ പെയിന്റ് ചെയ്യണം. ഈ ഡയഗ്രത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പെയിന്റ് ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് പെയിന്റ് ചെയ്തിട്ടുള്ള ഡയഗ്രം ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുക. ഓക്കെ, ഏറ്റവും നല്ല രീതിയിൽ പെയിന്റ് ചെയ്തിട്ടുള്ള ഡയഗ്രാംസ് ആയിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക ഫൈനലിൽ വരുമ്പോൾ. ഇതാണ് ഓൾ ടോട്ടൽ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ വിബ്ജിയോർ എങ്ങനെയായിരിക്കും ഇവർ കളിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കാരണം ലിറ്റിൽ ബിറ്റ് റിസ്കി ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നന്നായിട്ട് കളിക്കാൻ പറ്റട്ടെ രണ്ട് ടീമിനും. ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. അപ്പൊ രണ്ട് ടീമും ഒരുമിച്ചാണ് കളിക്കാൻ പോണേ. രണ്ട് ടീമിൽ ഓരോരുത്തർ റെഡിയാണ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. കുട്ടി പറഞ്ഞ പണിക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വെള്ളം അടിക്കാനേ. ലെറ്റ്സ് പ്ലേ. വെരി ഗുഡ് അനു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിഷമമുള്ള കാര്യമല്ല. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിത. ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. ഈ നായ്ക്കളൊക്കെ സമ്മതിക്കണം. എങ്ങനെ ഈ നാലുകളിൽ നടക്കണേ? വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ് ഫിനിഷ്. സമയം കളയാ ചാറേ. എന്റെ അമ്മയെ നാട്ടിച്ചു. വരുന്നേ. അയ്യോ ചോമ്പടി, അതിനകത്ത് ചോമ്പടിക്കണം. അതിനകത്ത് ചോമ്പ.
അനുവേ ഒന്നാണ് ഒരു കാര്യം പറയട്ടെ. വെരി ഗുഡ് ജസീല. നെക്സ്റ്റ് കളർ. ഇവക്കിനി മതിയായില്ലേ? ഇത് എവിടേക്കാ കയറുന്നേ? ആളുകൾ കണ്ടൂടെ? Wow, super ജസീല. വീട് കളിക്കണ. Super, super. Very good, very good. Keep going. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാനും കൂടി അടിക്കട്ടാ. ജസീല കളർ. അത് ബ്ലൂ ആയി പോയി. അവിടെ ഗ്രീനാണ് പ്രീത. പ്രീത കളർ മാറി. പ്രീത കളർ മാറി. വെളുക്കാൻ തേച്ചത് പാണ്ടായി. റെഡ് എടുത്തോ. പോയി. ഇടതേ പിടി എന്നിട്ട് കയറെ പിടി. Very good, very good, very good. രാജാ രവി വർമ്മ എവിടെയാണ്? നീ ട്യൂഷൻ വേണം. എടുക്കുന്നുണ്ട്. Come on. ആ പണി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നാ മതി. അവിടുന്ന് തരും കൂലി. ജസീല ഫസ്റ്റ് വൺ കൂടെ ആ റെഡും കൂടെ ഫിൽ അപ്പ് ചെയ്യൂ. കംപ്ലീറ്റ് ചെയ്യൂ. ഫിൽ ചെയ്യൂ. അങ്ങനെ വിബ്ജിയോർ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ കളിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ടഫസ്റ്റ് ഗെയിം ആയിരുന്നു നമ്മൾ കളിച്ചത്. ആൻഡ് എല്ലാം പെൺകുട്ടികളായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ് ഞാൻ. കാരണം ഇവർ അത്രയും മസലായിട്ട് കളിച്ചു. വെൽ ഡൺ മൈ ഗേൾസ്, സൂപ്പർ. ആൻഡ് ഈ ഒരു ഗെയിം കഴിയുമ്പോൾ തന്നെ ഓഫ്കോഴ്സ് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഈ മാത്തമാറ്റിക്കൽ ഫിഗേഴ്സ് രണ്ട് ടീമും നന്നായിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ റിസ്ക് നമുക്കറിയാം. രണ്ട് ടീമിനെയും നമ്മൾ ഈക്വലി വിന്നേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിലും ഏറ്റവും നന്നായിട്ട് കളിച്ചത് നമ്മുടെ ജസീലയുടെ ടീമാണ്. അസലായിട്ട് കളിച്ചു. ജസീല ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടായിരുന്നു കേട്ടോ ജസീലയുടെ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിതാ ഇപ്പൊ വീഴുന്നു വിചാരിച്ചിട്ടും അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ജസീല ശരിക്കും അത്രയും ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. വെൽ ഡൺ, വെൽ ഡൺ. അത് മാത്രമല്ല ബാക്കി എല്ലാവരും ഇപ്പൊ പ്രീതയിൽ നിന്ന് തുടങ്ങുകയാണ്. പ്രീത, ഐശ്വര്യ, റിനി, ഓഫ് കോഴ്സ് യു പ്ലേഡ് വെൽ. അസലായിട്ട് കളിച്ചു. അനു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് ട്രൈ ചെയ്തു. അതിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു 1/2 കിലോമീറ്റർ പോയിട്ട് അനു വന്നു. പക്ഷേ ആ ഒരു അറ്റംപ്റ്റ്, ഇത്രയും വലിയൊരു ഗെയിം നിങ്ങൾ ഇത്ര നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തതിന് ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. സൂപ്പർ. സോ ഓഫ് കോഴ്സ് ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ജസീലയുടെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ജസീല പർവീൻ ആൻഡ് ടീം. സ്റ്റാർ മാജിക് തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു ആക്സെപ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ടൈമിംഗ് മാറി, ഒരുപാട് പേര് ഇപ്പൊ കൂടുതൽ കാണണു, സ്റ്റാർ മാജിക്കിന് ഒരുപാട് ഇഷ്ടപ്പെടണു എന്ന് പറയണു, കുറെ ചിരിക്കണു എന്ന് പറയണു. ശരിക്കും ഇന്നത്തെ ഈ ഒരു റോബോ ലൈഫില് അല്ലെങ്കിൽ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ലൈറ്റ് പോയല്ലോ.
നിങ്ങൾ ഭയങ്കര സർപ്രൈസ് ആണ് കേട്ടോ ഇത്, ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഒക്കെ. ആരാണ് മനസ്സിലായില്ല? പ്രൊഫസർ പുറങ്കാട്. പുറംകാട്. അതാ നിങ്ങൾ പുറം പോക എന്താണ് മുതുകാടെന്ന്? ആ നമ്മളെ കേട്ടിട്ടുള്ള മുതുകാട്, നമ്മളെ കേട്ട വലിയ മനുഷ്യരുടെ മുതുകാട്. ആ പയ്യൻ മുതുകാടെന്ന് ഇട്ടത് കൊണ്ടാണ് ഞാൻ ഈ പുറങ്കാടെന്ന് ഇട്ടത്. ഇപ്പൊ എന്റെ അടുത്ത് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ മുതുകാട് അങ്ങ് എടുത്തോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു എടുത്തോട്ടെ, ജീവിക്കാനല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. നമുക്ക് പുറങ്കാട് കൊണ്ട് ഞാനും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കാം. എന്നാലും നമുക്ക് പരിപാടി ഉണ്ട്, കുഴപ്പമില്ല. മാജിക് ചെയ്യാൻ വന്നാണോ? തീർച്ചയായിട്ടും നിങ്ങളെ കുറച്ച് നമ്മൾ ഈ വായന ഇങ്ങനെ എടുക്കുന്ന ഈ സംഭവം ഒരു ഗംഭീര സംഭവമായിരുന്നു. അത് പല കളേഴ്സാണ്. അതെ അതെ, കുറച്ചു നേരം നിങ്ങളെ ഞാൻ മാജിക്കിന്റെ ലോകത്തേക്ക് ഞാൻ കൊണ്ടുപോകാൻ ഞാൻ ഈ വായന വേറെ എന്തെങ്കിലും വരുമോ? ഇല്ല, എന്തെല്ലാം വരും. ചില സമയത്ത് എന്റെ വായിന്ന് പറഞ്ഞേക്കണം, നീ 7 വെള്ളത്തിൽ കുളിച്ചാൽ പോകില്ല. സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോറിൽ ആദ്യമായിട്ടാണ് ഒരു മജീഷ്യൻ പേര് പോലെ തന്നെ മാജിക് കാണിക്കാൻ എത്തിയിട്ടില്ലേ? ചേട്ടാ മാജിക് ചേട്ടാ, ഇത് ഒന്നും കൂടെ വരുത്താൻ പറ്റുമോ? ഇത് നീ ചുരുട്ടി വാക്കകത്ത് വെച്ച് തന്നാൽ ഞാൻ ഇങ്ങനെ വലിച്ചെടുത്തേ. ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അത് ചെയ്യാറില്ല. അല്ല ചേട്ടാ, അതേ ഈ മജീഷ്യന്മാര് ചെയ്യാറുള്ള ഒരു സംഭവമാണ് പ്രാവിന്റെ പരിപാടി. അത് കഴിയും. പ്രാവ് എന്ന് പറഞ്ഞാൽ ഈ മാജിക്കിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് പ്രാവ്. അതെ അതെ, എനിക്ക് 5 പ്രാവ് ഉണ്ടായിരുന്നു. ഈ 5 പ്രാവും എന്റെ മക്കളെ പോലെയാണ്. സത്യം. ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നത്. ചില സമയത്ത് അരിയൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ ഇത് കുഞ്ഞു തല കൊണ്ട് ഇങ്ങനെ കൊത്തി തിന്നത് കാണുമ്പോ തന്നെ ഭയങ്കര രസമാണ്. എനിക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഈ പ്രാവിനെ ഞാൻ മക്കളെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. നമുക്ക് ആ ഒരു മാജിക് കാണിക്കാം, പ്രാവിന്റെ ഒരു മാജിക് കാണിക്കാവോ? ഇല്ല, അത് കാണിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ ഞായറാഴ്ച കുഞ്ഞമ്മ മക്കൾ വന്നപ്പോ അതിനെ കറി വെച്ച് അതിന്റെ ചെറിയ കുഞ്ഞ് കാല് സൂപ്പിട്ട് കുടിച്ചു. അടിപൊളിയാണ്. പിന്നെ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനൊരു തൂവലെടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് സ്നേഹം. സ്നേഹം കൊണ്ടല്ല, ഇടയ്ക്കിടയ്ക്ക് കാതിലേക്കിട്ട് കറക്കല്ല. അപ്പം മാജിക് കാണിക്കല്ലേ? അപ്പൊ എന്തൊക്കെ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടി? നമ്പേഴ്സ് അല്ല, മാജിക് നമുക്ക് വേണ്ടി കാണിക്കാം. എന്തൊക്കെ നമ്പർ വേണം കാണിക്കാം? 16 കൊല്ലം മുമ്പ് നെറ്റി പൊട്ടി ചോര വീണ പുഴക്കരിയിലെ പൂഴുമണ്ണവാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു, അത് മാറ്റാൻ. മാജിക്കാരാ അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എല്ലാ മാജിക്കാരും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? അതായത് എല്ലാ മാജിക്കാരുടെ ട്രിക്കാണ്. ഇപ്പൊ ഇതെങ്ങനെ കാണിക്കാം, ഞാൻ ഇങ്ങനെ കാണിക്കാൻ. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ഈ കയ്യിലേക്ക് ഇങ്ങനെ വരുന്നില്ലേ? ഇല്ല, വരുന്നില്ല. അത് വരാത്ത ഇത്രയും വൃത്തികെട്ടൊരു മുഖം അപ്പുറത്തിരിക്കുമ്പോ ഇങ്ങോട്ട് ശ്രദ്ധ വരത്തില്ല, അങ്ങോട്ടേ വരും ശ്രദ്ധ. അപ്പൊ ഞാൻ വെറുതെ എങ്ങനെ കാണിക്കാം? ഇത് ഇതുവരെ കാണിച്ച് വെറുതെ. അത് ശരി. പുറങ്കാടെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. താങ്കൾ ലോക പ്രശസ്തനായ മജീഷ്യൻ ആണല്ലോ. അപ്പൊ ഓരോ ജീവികളെയും മജീഷ്യന്മാരെല്ലാരും കാണിക്കുന്ന പല രൂപത്തിലാക്കുന്നേ. എന്നെ എന്ത് രൂപത്തിലാക്കാൻ പറ്റും? അതോ ഈ പുള്ളിയെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? നിന്നെ ഞാൻ ഒരു മനുഷ്യൻ ആക്കി തരാം. അതേ പറ്റും. പരമാവധി ഞാൻ ഒരു മനുഷ്യനാക്കി കൈ തരാം. നിന്നെ ആരും ഇത് മനസ്സിലാക്കുന്നില്ലേ? ഇത് ഉടായ്പാണ്. ഉടായ്പല്ല, സത്യം തന്നെ പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞിരുന്ന നിന്നെ ഒന്ന് മനുഷ്യനാക്കാൻ. എന്നെ ഒരു മേജിക്കാരനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, എന്നെ ഒരു മേജിക്കാരനായിട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വാ. മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലയാണ്, അതൊരു ദൈവിക കലയാണ്. നീ ഇപ്പൊ നിൽക്കുന്ന ഒരു പകൽ വെളിച്ചത്തിലാണ്. അതെ, പക്ഷെ നീ ഇപ്പൊ ഇരുട്ടത്തിക്കുന്നതാണ്. നീ ഇപ്പൊ ഇരുട്ടത്തിക്കും. അതാണ് മാജിക്. അതാണ് മാജിക്. നല്ല കഴിച്ചേ. കണ്ണടച്ചു. ഇപ്പൊ ഇരുട്ടത്തിക്കില്ലേ? അതെ. ഇനി കണ്ണുറക്കോ? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ല ഉടായ്പത് വെറുതെ. ഉടായ്പല്ലെന്ന്, ഇത് പഠിച്ചതാണ്. എവിടെയെല്ലാം പോയി പഠിച്ചതാണെന്ന് അറിയാം ഈ മാജിക്. അതെ, നിങ്ങൾക്ക് ഡെയിലി മാജിക് ഉണ്ടോ? ഡെയിലി പരിപാടി ഉണ്ടോ? മാജിക് പരിപാടി ഡെയിലി മാജിക് ഉണ്ട്. അപ്പൊ മാജിക് ഇല്ലാത്ത സമയത്ത് ഈ കോട്ട് ഞാൻ അങ്ങ് ഊരിട്ട് കാറ്ററിംഗ് സർവീസിൽ വിളമ്പാൻ പോകും. മിക്ക ദിവസം ഞാൻ വിളമ്പാൻ തന്നെയാണ് പോകുന്നത്. അവിടെ മാജിക് കാണിക്കുവോ? പിന്നല്ലേ, സ്പെഷ്യൽ ഒരു ഐറ്റംസ് ഉണ്ട്. 25 കിലോ ചിക്കനൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞിട്ടല്ല, നിമിഷങ്ങൾക്ക് ഞാൻ വാനിഷ് ആക്കുമല്ല. ചില സമയത്ത് എല്ലാവരും ചമ്പിച്ചേക്കില്ല. പിന്നെ സംഘാടകർ ഓടി വരുമ്പോ എന്റെ ഒരു വാനിഷ് ഉണ്ട്. നമ്മളെ ഈ പണ്ട് നമ്മൾ കാണുന്ന ഒരു മജീഷ്യന്മാര് അവരുടെ ഈ കൂട് വിട്ട് അതാണ് ഞങ്ങൾ കൂട് വിട്ട് കൂട് മാറുന്നൊരു ഐറ്റം ഉണ്ടല്ലോ. അത് ചെയ്യാൻ കൂട് വിട്ട് കൂട് മാറുന്നത് ഞാൻ ആദ്യം ചെയ്യുമെന്ന്, പക്ഷെ ഞാൻ ഇപ്പൊ ചെയ്യാറില്ല. കാരണം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എന്റെ കൂട് വിട്ട് അപ്പുറത്തെ രമണിയുടെ കൂട്ടിലോട്ട് ചെന്ന് കയറി. അങ്ങനെ കയറിയ സമയത്ത് അവിടുത്തെ പയ്യന്മാർ എന്നെ പിടിച്ച് കെട്ടി വെച്ചിട്ട് വക്കോൽ കൂനയിൽ ഇട്ടിട്ട് എന്നെ കത്തിച്ചിട്ട് പറയാണ് ഫയർ എസ്കേപ്പ് ചെയ്ത് അത് ചെയ്ത് രക്ഷപ്പെട്ടു പോയിക്കോളാം. എങ്ങനെ ചെയ്യും?
എനിക്ക് അതറിയാഞ്ഞിട്ടല്ലേ. ഞാൻ ഇങ്ങനെയല്ലേ ഇരുന്നത്, നല്ല വെളുത്ത് നല്ല ആപ്പിൾ പോലെ ഇരുന്നല്ലേ. അവര് കത്തിച്ച് ആ തീരിക്കകത്ത് കിടന്നല്ലേ ഞാൻ ഇങ്ങനെ കറകറന്നായി പോയി അരിഞ്ഞു പോയടാ. പിന്നല്ലേ. അപ്പൊ ഇനി ഈ കൂട്ടത്തിൽ മാജിക്കിന്റെ വിജയത്തിന് വേണ്ടിയാണ്, ഈ കൂട്ടത്തിൽ ധൈര്യമുള്ള ആരെങ്കിലും ഒന്ന് കടന്നു വരൂ. മാജിക്കിന്റെ ഹലോ, തുടങ്ങട്ടെ, ഞാൻ ഒന്ന് തുടങ്ങി വെക്കട്ടെ. ഇനി മാജിക്കിന്റെ വിജയത്തിന് വേണ്ടി ഇവിടെ ആരെങ്കിലും ധൈര്യമുള്ളവരാ? ധൈര്യം എടാ ഇരിയടാ, ഞാൻ തുടങ്ങി വെക്കട്ടെ. ഇതെന്തേ ഒരു പരിപാടി തുടങ്ങണ്ടേ, അതിനൊരു ടേക്ക് ഓഫ് ഉണ്ട്. മാജിക്കിന്റെ വിജയത്തിന് വേണ്ടി ധൈര്യമുള്ളവർ ഈ അല്ല വേണ്ട, നിങ്ങൾ പറഞ്ഞ ഞാൻ ഒരാളിനെ അവിടെ അറേഞ്ച് ചെയ്ത് ഇരുത്തിയിട്ടുണ്ട്. അവൻ വന്നില്ലെങ്കിൽ ഇത് വട്ടാ പൊളി, പൂഞ്ഞു വരും, പൂച്ച എടുക്കേണ്ടി വരും. ആ കിഴങ്ങ എവിടെ കിടന്നുറങ്ങുകയാണ്. കുഴപ്പമില്ല, ഇവൻ കാരണമാണ് എനിക്ക് അടി കിട്ടുന്നത്. എവിടെ നിന്നെല്ലാം കിട്ടുമെന്നറിയാം. വന്ന് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് അവൻ വലിയും. അവസാനം അടി കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജ് കിടക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നെങ്കിലും ആറഞ്ച് മാറ്റിട്ട് വരും. അങ്ങനെയാണ്. അപ്പൊ ഇനി എൻ്റെ ഒരു ചെറിയ പെർഫോമൻസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് മാജിക്കിൽ പല ആൾക്കാരും കാണിച്ച ഒരു മാജിക്കാണ്. കുട്ടി അവിടെ നിൽക്കൂ. അതായത് പല ആൾക്കാരും ഇതുപോലെ ചെയ്യുന്ന ഒരു മാജിക്കാണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിൽ ഒരു വെറൈറ്റിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഞാൻ പകുതി സീറ്റെടുത്ത് ലക്ഷ്മിക്ക് തരികയാണ്. എന്റെ പേരൊക്കെ അറിയും. അറിയാം. ലക്ഷ്മി, ഞാൻ ഈ ചീട്ട് കണ്ടില്ലല്ലോ. ഇല്ല. അതിന്നൊരു ചീട്ട് എടുക്കൂ. എന്നിട്ട് ലക്ഷ്മി മാത്രം കാണൂ. എന്നിട്ട് ബാക്കി എല്ലാവരും കാണിക്കൂ. കാണിച്ചോ? ലക്ഷ്മി കണ്ടോ? ഇനി അത് ചീട്ട് ഏതാണ്? കണ്ട, ഞാൻ ഉദ്ദേശിച്ച ചീട്ടല്ലേ? അപ്പൊ മാജിക്കിന്റെ ലോകത്തേക്ക് നിങ്ങളെ വീണ്ടും കൊണ്ടുപോകാൻ പോവുകയാണ്. ഇതാണ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ളൊരു കലയാണ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള കലയാണ് മാജിക്. മാജിക് മാത്രമല്ല, മാജിക് കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല, എന്നാലും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഓൾറൗണ്ട് ആണ്. അപ്പൊ ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കോട്ടിങ്ങിനെ മാറ്റും. കോട്ടിങ്ങിനെ മാറ്റിയിട്ട് ഈ ഒരൊറ്റ ഡ്രസ്സിൽ ഇങ്ങനെ നിന്നിട്ട് സത്യന് മൈക്കിൾ ജാക്സനെ അനുകരിക്കും. മൈക്കിൾ ജാക്സനെ കാണിക്കും. ഞാൻ അവതരിപ്പിക്കും. അതിന്റെ എല്ലാ സെറ്റപ്പായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ആ മ്യൂസിക് വന്നിട്ട് അമ്മേ, സരോജം പഴിച്ചവളാണോ അമ്മേ? അമ്മേ, സരോജിനിക്ക് കുട്ടികളുണ്ടാവില്ലേ അമ്മേ? എങ്കിൽ ഞാനും സരോജവും കുട്ടികളുണ്ടാകാൻ വേണ്ടി ഒരു ശയന പ്രദക്ഷിണം നടത്തിയാലോ അമ്മേ? അപ്പൊ എന്റെ മാജിക്കിന്റെ ഒരു അവസാന ഐറ്റംസിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. അതായത് ഒരു 2000 രൂപ ആരെങ്കിലും കയ്യിലുണ്ട്? 2000 രൂപ കൊണ്ടോ? കൊണ്ടോ? എടുക്കും. മാജിക് അടിച്ചു തരാം. ഇത് സുഹൃത്തുക്കളെ, ഇത് മാജിക്കിന്റെ അവസാനത്തെ ഐറ്റംസ് ആണ്. മാജിക്കിന്റെ പ്രധാന ഘടകമായിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. ഇതൊരു 2000 രൂപയാണ്. ഇതൊരു 2000 രൂപയാണ്. ഈ 2000 രൂപ ഞാൻ എന്റെ ഈ കൂടക്കകത്തിടുന്നു. പിടിക്കൂ. ഇതാണ് മാജിക് ലോകത്തിന്റെ അത്ഭുത സിദ്ധി. സ്പെഷ്യൽ, എന്റെ സ്പെഷ്യൽ. ഓക്കെ. ഇതെങ്ങനെ പറ്റണോ? 2000 രൂപയൊക്കെ ഒറ്റ അടിക്കുന്നത്. അപ്പൊ കാണാളെ പോയി ചില്ലറ മാറോ ചോദിച്ചത്. അല്ല, കഴിഞ്ഞോ? അപ്പൊ ഇനി കാണാം. 1900 റുപ്പീസ്. അപ്പൊ ഓക്കെ, അപ്പൊ കാണാം കേട്ടാ. സന്തോഷമായിരിക്കും. 2000 രൂപയല്ലേ? 1900 അണ്ണ ബാലൻസ് എനിക്ക് ഇങ്ങോട്ട് വരും. അല്ല, കുഴപ്പമില്ല, വെച്ചോ. അത് നമ്മൾ ടിപ്പൊന്നും കൊടുക്കുന്നതല്ല. അങ്ങനെയല്ലല്ലോ, കാശ് തന്നത് നോബിച്ചേട്ടൻ. ബാക്കി പൈസ കൊടുത്തിട്ട് പോടേ. ബാക്കി പൈസ കൊടുത്തിട്ട് നീ കളിക്കാം. നമ്മളങ്ങനെ, ഞാൻ എന്റെ പേയ്മെന്റ് അല്ലേ എടുത്തിട്ടുള്ളൂ. ഞാൻ കൂടുതലൊന്നും എടുത്തില്ല, ഞാൻ എന്റെ പേയ്മെന്റ് അല്ലേ എടുത്തത്. നിങ്ങളെ ആരും ക്ഷണിച്ചായിരുന്നോ? അല്ല, ക്ഷണിക്കണ്ടല്ലോ. ഞാൻ ഇതുവരെ വലിയ കയറി വരും, ഇതുപോലെ എന്തെങ്കിലും മാജിക് ഉണ്ടാക്കും, എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാക്കും, ആരെങ്കിലും പൈസ വാങ്ങിക്കും, പൈസ എടുത്തുണ്ടാക്കി പോകും. എന്റെ കറക്റ്റ് പേയ്മെന്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ കൊടുത്തല്ല. എനിക്ക് ആരും 5 പൈസ വേണ്ട. അന്ന് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്? കഴുത്തേല് വെച്ച മനുഷ്യൻ പൈസ മര്യാദ കൊടുത്തിട്ടു. ഞാൻ 2000 രൂപ എനിക്ക് ബാക്കി പൈസ കേട്ടോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഇത്ര നേരം നിന്ന് കഷ്ടപ്പെട്ട എനിക്ക് ജോലി കാശ് വേണ്ടേ? ഞാൻ നിങ്ങളെ വിളിച്ചില്ലേ, നിങ്ങൾ കയറി വന്നല്ലേ? നിന്നെ കുരങ്ങനാ, ഇനി എത്തിരി ആക്കാൻ എന്നാലും നിന്നെ കുരങ്ങനാക്കൂടാ.
അപ്പൊ നോബിച്ചേട്ടന് 2000 രൂപ പോയെങ്കിലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ തങ്കുവിന്റെ. ഒരു സന്തോഷം. തങ്കു ചേട്ടാ വെൽക്കം. എന്റെ 2000 രൂപ പോയത് നിങ്ങൾ ആവശ്യമല്ലാത്ത പൈസ തങ്കച്ച ഉടായി പാടിക്കല്ലേ തങ്കച്ച. ബാക്കി പൈസ തരണേ കേട്ടോ. നിന്റെ മാജിക്കും പരിപാടിയൊക്കെ നിന്റെ വീട്ടില്. എന്റെ 2000 രൂപ പറഞ്ഞേ കടം വാങ്ങിച്ച ബാക്കി പൈസ കിടത്താ. എന്നും പൈസ കടം വാങ്ങിച്ചോണ്ട് ഇപ്പൊ 2000 പറ്റിക്കുകയും ചെയ്തു. എന്തായാലും 10 പൈസ എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു തങ്കച്ചൻ ചേട്ടാ. സൂപ്പർ. അങ്ങനെ നമ്മൾ സ്റ്റാർ മാജിക്കിൽ ഇന്ന് നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാണ്. ആൻഡ് ഈ ഗെയിമിന്റെ പേരാണ് ഷാംപൂ റേസ്. അതിൽ ഷാംപൂല് കിടന്നിട്ടുള്ള ഒരു റേസ് ആണ് ഇനി വരാൻ പോണേ. ഇത് മൊത്തം ഷാംപൂ ആണ്. അപ്പൊ ഇതിലൊരു സ്ലിപ്പിംഗ് ബോർഡ് ഉണ്ട് ഇവിടെ. എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 2 ടീമും മറ്റേ ടൈം കളിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഓരോന്ന് ഇവർ തട്ടിത്തെറിപ്പിക്കും. നിങ്ങളിത് വീണ്ടും വെക്കണം. ആൻഡ് നിങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരെ കറക്റ്റ് ആയിട്ട് ഈ ഒരു സ്ലിപ്പിംഗ് ബോർഡിൽ കൂടെ ഇങ്ങനെ ഉന്തിവിടുക. നേരെ ഓരോന്ന് എയിം ചെയ്യുക. എന്നിട്ട് ഇത് തട്ടിയിടുക. തട്ടിയിടുമ്പോൾ ഓരോ പോയിന്റ്സ് നിങ്ങൾക്ക് വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. ദാറ്റ്സ് എ ഗെയിം. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഒരു ഇമ്പോർട്ടന്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ കൂടെ വരുന്നു. അറ്റ് ദ സെയിം ടൈം വന്ന ഫോഴ്സിൽ നിങ്ങൾക്ക് എത്ര എണ്ണം തട്ടാൻ പറ്റും അത് നിങ്ങൾക്ക് തട്ടാം. അതിനുശേഷം പിന്നെ കൈകൊണ്ടും കാലോണ്ടും പതുക്കെ തട്ടി നീക്കാൻ പാടില്ല. ഇതെല്ലാം വീണ് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും ഇത് പണ്ട് പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ ആദ്യം ജസീലയാണ് വരാൻ പോണേ. ജസീല, യുവർ കൗണ്ട് ഡൗൺ. 3, 2, 1. Very good, very good. 2 points. Wow. ലക്ഷ്മി ചേച്ചി കള്ളക്കളി കളിക്കാൻ ഈ ടീമില് വായെടുക്കണ അല്ല ഇച്ചങ്ങേരിപ്പോ തല പൊക്കാതെ പോവില്ല. ദിനു അടിമാലി. ആ അനു കിടന്നു പോയാൽ പെട്ടെന്നെത്താം. അടുത്തത് പിരിച്ചിടുന്നു. മനസ്സത്തിനടുത്ത് കാലത്തില്ല. അടുത്ത ശരിക്കും മുന്നോട്ട് പോവല്ലേ, അവിടെ കിടന്നു. ഓക്കെ കൂട്ടാ വരെ പൊടിഞ്ഞ് പോരെ. അടുത്തൊരു പിള്ളേരെ കഞ്ഞി വിടണം. പെട്ടെന്ന് പോരണം കേട്ടോ. ചുമ്മാ നിരക്ക് Brilliant play. 1, 2, 3 കുടുംബത്തിലെ ഭാരം ഒഴിവാക്കി വിടാറുള്ളത്. നിങ്ങളുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. സോ ഫസ്റ്റ് ട്രിപ്പ് മാത്രമാണ് നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയത്. സോ ടോട്ടൽ ഈ ഒരു ഗെയിം നിങ്ങൾ കളിക്കാനായിട്ട് ഇത് ഫസ്റ്റ് റൗണ്ട് എത്ര റൗണ്ട് വേണേലും നിങ്ങൾക്ക് ഇത് കളിക്കായിരുന്നു. ടോട്ടൽ 9 മിനിറ്റ്സ് ആണ് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ എടുത്തത്. ഓൾറൈറ്റ്, ഏതായാലും ഇനി ഓപ്പോസിറ്റ് ടീമിനുള്ള ടൈമാണ്. ഇതിലും ഈ ഷാംപൂ റേസ് നമ്മൾ ഇനി നോബിച്ചേട്ടന്റെ ടീമിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നോബിച്ചേട്ടൻ കളിക്കണ്ടോ? അടുത്ത
നോവിച്ചേട്ടനാ ഫസ്റ്റ് ഡ്രസ് സുധിച്ചേട്ടൻ? മാറ്റിട്ട് ഞാൻ ഒരു പോക്കുണ്ട്. അടിപൊളി. Start ചെയ്യാം. Count down, please. 2, 1. അവിടെ വരെ വരാമോ? ഓക്കെ. ഒന്നുലു. ഐശ്വര്യ. അവിടെ കട, അവിടെ വരാ വരാ, അവിടെ വരെ വരാ. അപ്പുറം വന്നോളൂ. Come on, ശ്രീധ. അവിടെ നിൽക്കും. പറഞ്ഞിട്ട് അയ്യോ. Very good. No problem. 2 points. Very good, സുധിച്ചേട്ടാ. Yes, come on, Preetha, you can do it. No. കൈകൊണ്ട് ചെയ്യായിരുന്നു. പാസ്. ആവേശം വേണ്ട. മോളെ എഴുന്നേക്ക്, മോളെ പതുക്കെ എഴുന്നേക്ക്. Super. Oh, wow. Super. Very good, Preetha. മിടുക്കൻ. സൂപ്പർ. നീ മിടുക്കനാടാ, മിടുക്കൻ. കൂട്ടാം. ഇവരും ഇങ്ങനെ ചെയ്തതാണ്. ഇവിടെ വന്ന് നിന്നതാ. പിന്നെ Come on, Rini. So, നിങ്ങള് ഈ 7 എണ്ണം എത്ര നേരം കൊണ്ടാണ് കളിച്ചു തീർത്തത് എന്നറിയണ്ടേ? ഇതിന് ടോട്ടൽ 9 മിനിറ്റ്സ് ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം നോബിചേട്ടന്റെ എന്താ പറയാ ക്യാപ്റ്റൻസിയിലുള്ള ഈ ടീം 6 മിനിറ്റ്സ്. അപ്പോഴേ ഷാംപൂ റേസ് എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് നോബി മാർക്കോസിന്റെ ടീമാണ്. യു ഗൈസ് വെൽ പ്ലേഡ്. നിങ്ങൾ നന്നായിട്ട് കളിച്ചു, പക്ഷെ ടൈമിന് ഡിഫറൻസിലുള്ള മാറ്റമാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു നോബി ചേട്ടൻ ആൻഡ് ടീം. ആക്ച്വലി നമ്മുടെ എപ്പിസോഡ് വൈകിട്ടുള്ള സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഗിഫ്റ്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയാണ് കേട്ടോ. എനിക്ക് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്കോ ഒക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് തീരാറാവുമ്പോൾ സ്റ്റാർ പെർഫോമർ ഓഫ് ദി ഡേ വി സ്റ്റാറിന്റെ ഒരു ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത് ജസീല. അങ്ങനെ ജസീല പർവീൻ, എന്റെ അറിവ് ശരിയാണെങ്കിൽ ദിസ് ഇസ് യുവർ സെക്കൻഡ് ടൈം അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. അസലായിട്ട് ഗെയിം കളിക്കണം. നല്ല ഇനീഷ്യേഷൻ. ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. മെയിൻറ്റെയിൻ ദിസ്. ഓക്കെ? യാ ഷുവർ. അവിടെ സ്റ്റാർ പെർഫോമർ ഓഫ് ദി ഡേ ജസീലയാണ്. കുഴപ്പമില്ല, വരും എപ്പിസോഡുകളിൽ ഈ ഒരു സ്റ്റാർ പെർഫോമർ എന്ന ടൈറ്റിലിന് വേണ്ടിയിട്ട് എല്ലാവരും വാശിയോടുകൂടി കോമ്പീറ്റ് ചെയ്യാം. അപ്പൊ ഇതിലും ഇനി കുറെ ഗെയിംസ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവോ? അടുത്ത എപ്പിസോഡിലേക്ക് ഇപ്പോഴും നമുക്ക് ഗെയിംസ് ഒക്കെ കണ്ടുപിടിക്കണ്ടേ? സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം ഈസ്റ്റേൺ സ്റ്റാർ മാജിക് powered by V-Star and Cutie, the beauty soap. Saying tata, bye-bye, good night. Ini Kali Marana Mone.